നമ്മൾ മലയാളികളുടെ ഫേവറേറ്റ് ചായ പലഹാരം തന്നെയാണ് ഉഴുന്നുവട. അതിലൊരു സംശയമില്ലല്ലോ. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കിയാലോ എന്തേലുമൊക്കെ പ്രശ്നം വന്നിട്ട് അതങ്ങോട്ട് സക്സസ് ആവാറില്ല. പക്ഷേ നമുക്ക് നല്ല മൊരിഞ്ഞ ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഈ ഉഴുന്നൊക്കെ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് ഉഴുന്ന് വെച്ചിട്ടാണ് വട ഉണ്ടാക്കുന്നത്. 1.5 കപ്പ് ഉഴുന്ന് നന്നായിട്ടൊരു 2-3 വെള്ളം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഈ 4 മണിക്കൂറിന് ശേഷം ആ വെള്ളം കളഞ്ഞ് ഇതിനെ ഒരു അരിപ്പയിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആ വെള്ളത്തിൻ്റെ നനവെല്ലാം പോയിക്കോട്ടെ. പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ചട്നി അരയ്ക്കുന്ന ജാറാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറേശ്ശെ ഇട്ട് അരയ്ക്കുന്നതാണ് നല്ലത്. കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി. കുഞ്ഞ് ഐസ് ക്യൂബ് ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണമൊക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കുക. പിന്നെ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഉഴുന്ന് നന്നായിട്ട് അരയണം. പിന്നെ ഒരിക്കലും ഈ മാവ് ചൂടായി പോകരുത്. ചൂടായി പോകാനേ സമയം കൊടുക്കരുത്. നമ്മൾ അരയ്ക്കുന്നത് തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ഐസ് ക്യൂബോ ഇട്ടിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ചിലപ്പോൾ നമ്മൾ 2 തവണയൊക്കെ അരച്ച് കഴിയുമ്പോൾ ജാറൊന്ന് ചൂടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അരയ്ക്കാവുന്നതാണ്. അങ്ങനെ ഞാനിപ്പോൾ മുഴുവൻ ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഒരു റെസ്റ്റൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ അരച്ചത്. മിക്സിയുടെ ജാർ പെട്ടെന്ന് ചൂടാവും കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. അതിനെ കുനുകുനാ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്ത് അതിനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില. ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡയറക്റ്റ് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ചേർക്കുന്നതിനേക്കാളും പെട്ടെന്ന് മിക്സായി കിട്ടാനായിട്ടുള്ളൊരു വഴിയാണ് ഇത്. ഞാനിപ്പോൾ ഈ പച്ചമുളകിൻ്റെ കുരു എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് അത് കടിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ എരിവൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു പച്ചമുളക് കൂടി ചേർക്കാവുന്നതാണ്. കുറച്ച് കുരുമുളകൊക്കെ ചതച്ച് ചേർക്കാവുന്നതാണേ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇനി നമ്മുടെ ഈ ഉള്ളിയും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം മാവിലേക്ക് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ഉപ്പ് മതി കേട്ടോ. പിന്നീട് നമുക്ക് വേണമെങ്കിൽ വട ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാമല്ലോ. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒരു 15-20 മിനിറ്റ് നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. നല്ലതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കുന്നതിനനുസരിച്ച് ഈ മാവിനിടയിൽ എയർ കയറും. അങ്ങനെയാണ് നമ്മുടെ വട ഒരുപാട് സോഫ്റ്റായിട്ട് കിട്ടുക. നല്ലതുപോലെ കുഴച്ചെടുക്കണം. കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കൈയൊക്കെ വയ്യാത്തവരാണെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ, ഇലക്ട്രിക് ബീറ്റർ ഉണ്ടല്ലോ, ബീറ്റർ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് വെച്ചൊന്ന് അടിച്ചെടുത്താലും മതി. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഒരു 20 മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ പത്തിരി ഇടിയപ്പം പൊടി, അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 നുള്ള് കായപ്പൊടി, 2 നുള്ള് കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം നമ്മൾ കൈ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ അരച്ചതിന് ശേഷവും കൈ വെച്ചിട്ടല്ലേ മിക്സ് ചെയ്യുക. നമ്മുടെ കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മാവ് ഫെർമെൻറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഈ മാവ് ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റ് സമയം മാത്രം മതി. അതിൽ കൂടുതൽ സമയമൊന്നും വെക്കുകയേ ചെയ്യരുത്. പിന്നെ നമ്മുടെ ഈ അരച്ച മാവ് കുറച്ച് ലൂസാണ് എന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ മാവ് ലൂസാണെന്ന് കരുതി ആദ്യമേ 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കരുത്. കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം മാവ് തുറന്നിട്ട് നമ്മുടെ കൈ നന്നായിട്ട് വെള്ളത്തിൽ നനയ്ക്കുക. പിന്നെ ഇതുപോലെ ഒരു കണ്ണുള്ള സ്പൂൺ എടുക്കുക. ഞങ്ങളിവിടെ കണ്ണാപ്പ എന്നാണ് കേട്ടോ പറയാറ്. ഈ കണ്ണാപ്പ ഇതുപോലെ കമഴ്ത്തി വയ്ക്കുക. കമഴ്ത്തി വെച്ചിട്ട് അതിന് മുകൾ ഭാഗത്തും കുറച്ച് നന്നായിട്ട് വെള്ളം ഒന്ന് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് മാവെടുത്ത് മുകളിൽ വെക്കുക. എന്നിട്ട് നമ്മുടെ ചൂണ്ടുവിരലുണ്ടല്ലോ, അത് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ നനയ്ക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ആ വെള്ളം ഈ മാവിലേക്ക് വീഴാതെ ശ്രദ്ധിക്കുക. കൈ നനച്ചതിന് ശേഷം നന്നായിട്ട് ആ വെള്ളം ഒന്ന് കുടഞ്ഞ് കളയുക. എന്നിട്ട് വേണം ഇതുപോലെ ഒരു ഹോൾ ഇട്ടെടുക്കാനായിട്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കിടപ്പുണ്ട്. അതിലേക്ക് ഈ സ്പൂണ് ഇങ്ങനെ അങ്ങ് താഴ്ത്തി കൊടുക്കാം. ഒരു 5-10 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ ഇതിൽ നിന്ന് തനിയെ വിട്ടുപോരും. നമ്മളിങ്ങനെ അതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്നങ്ങ് വിട്ടുപോരും. പിന്നെ ഇത് ഡയറക്റ്റ് മാവിലേക്ക് ഇങ്ങനെ വടയൊക്കെ ഉണ്ടാക്കി ഇടാൻ അറിയാവുന്നവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ തുടക്കക്കാർക്കും ഇതൊരുപാട് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കുമൊക്കെ ഇത് തന്നെയാണ് എളുപ്പം വഴി. കാരണം നമ്മുടെ കയ്യിൽ എണ്ണ തെറിക്കില്ല.
പിന്നെ നമ്മൾ വട എണ്ണയിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം, പക്ഷേ ഹൈ ഫ്ലെയിമിലാവാനും പാടില്ല. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് വേണം ഈ വട അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. വട ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒരുപാട് അങ്ങ് കുറച്ച് വെക്കരുത്, എന്നാലോ കൂടി പോകാനും പാടില്ല. ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതിൽ ആദ്യം ഇട്ട വട ഇപ്പോൾ ഏകദേശം ഒരു ഹാഫ് കുക്ക് അല്ല, അതിനേക്കാളും കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് കൂടെ ഇടാം. രണ്ടാമത്തെ വട ഇട്ടപ്പോൾ കണ്ടോ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു, അതിൽ വെള്ളം ഉണ്ടായിരുന്നു, അതാണ് കുഴപ്പം. അപ്പോൾ നിങ്ങൾ ഈ വെള്ളം മുക്കിയിട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളുക. ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് കുടഞ്ഞ് കളഞ്ഞിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ആദ്യത്തെ വട ഇപ്പം കുക്കായിട്ടുണ്ട്, അതിനെ നമുക്ക് കോരിയെടുക്കാം. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സ്നാക്കുകൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒരെണ്ണം ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്യുക. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ എന്തെങ്കിലും കുറവുകളുണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാമല്ലോ. ഞാനിപ്പോൾ 2 എണ്ണം ഉണ്ടാക്കിയതിന് ശേഷമാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ടേസ്റ്റൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു, ഉപ്പൊക്കെ കറക്റ്റ് ഉപ്പായിരുന്നു. ഞാൻ ആദ്യത്തെ വട കോരി എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് നമുക്കതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ഒരു എക്സ്പെർട്ട് ആണെങ്കിൽ ഡയറക്റ്റ് എണ്ണയിലേക്ക് വടയൊക്കെ ഇടാം കേട്ടോ. ഞാനൊരെണ്ണം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി, കൈ പൊള്ളി, അതോടുകൂടി ആ പരിപാടി അവിടെ വെച്ച് നിർത്തി വീണ്ടും ഇതേപോലെ കണ്ണാപ്പയിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തത്. നമ്മൾ ആദ്യത്തെ വട ഉണ്ടാക്കിയതിന് ശേഷം ഓരോ തവണ ഇടുമ്പോഴും എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഫ്ലെയിം കൂട്ടി വെക്കുകയേ ചെയ്യരുത്, കാരണം ഉൾഭാഗം കുക്കാകാതെ പുറം ഭാഗം മാത്രം കളറ് മാറിയിട്ട് കിട്ടും. ഇതാണ് ഞാൻ കൈവച്ചൊരു പരീക്ഷണം നടത്തി നോക്കിയത്. ഇതങ്ങോട്ട് ഇടാനും എണ്ണ മുഴുവനായിട്ട് പുറത്തേക്ക് തെറിച്ച് എൻ്റെ കയ്യിലൊക്കെ തെറിച്ച്, അതോടുകൂടി ആ പരിപാടി അങ്ങ് നിർത്തി വെച്ചു. ഇപ്പോൾ ഞാൻ വടയെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട്, അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളി വട തയ്യാറാക്കി എടുക്കാൻ പറ്റും. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട തയ്യാറാക്കിയെടുക്കാം. അരയ്ക്കുന്ന സമയത്ത് മാവ് ചൂടാകാതെ ശ്രദ്ധിക്കുക. പിന്നെ എണ്ണയിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി വട തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ വട തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.